ഞാൻ ആകാശം പോലെ അനന്തനാകുന്നു. സർവവ്യാപകനാണ് ഞാൻ. അഷ്ടാവക്ര മഹാഭാഗ, അങ്ങയുടെ വാക്കുകൾ കേട്ടിട്ട് എനിക്കൊന്ന് ബോധ്യമായി. ഞാനെന്നത് പരിമിതനല്ല. അപരിമിതമായ ആത്മാവാണ് ഞാനെന്ന് ബോധ്യപ്പെടുകയാൽ ഞാൻ അനന്തനാണെന്ന് എനിക്ക് ബോധ്യമായി. എൻ്റെ ഇതുവരെയുള്ള സങ്കല്പങ്ങൾ മാറുകയാണ്. ഞാൻ ബാലനാണ്, യുവാവാണ്, വൃദ്ധനാണ് തുടങ്ങിയ ശാരീരിക പരിമിതികളിലുള്ള ഞാനെന്ന സങ്കല്പവും, ഞാൻ ഭർത്താവാണ്, രാജാവാണ് തുടങ്ങിയ ബാഹ്യ വിഷയങ്ങളോട് ചേർന്നുള്ള സങ്കല്പങ്ങളും പരിമിതമായവ എന്നിൽ അസ്തമിക്കുന്നു. പകരം ഇതെല്ലാം എൻ്റെ ബോധത്തിൽ കളിക്കുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. എൻ്റെ ബോധത്തിലെ ചെറിയ സ്ഫുലിംഗങ്ങൾ മാത്രമാണ് ഈ ഞാനെന്നത്. അവയുമായി ഒന്നും ഇനി ഞാൻ താതാത്മ്യം പ്രാപിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. എന്തെല്ലാം എൻ്റെ ബോധസത്തയ്ക്കുള്ളിൽ വരുന്നുവോ അതെല്ലാം ഞാനാണെന്ന് അഭിമാനിക്കുവാനും ഞാനല്ലെന്ന് തിരിച്ചറിയുവാനും അതെല്ലാം എന്നിലിരിക്കുന്നു എന്ന് തിരിച്ചറിയുവാനും ഞാൻ അതിലൊന്നിലും ഇരിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുവാനും കഴിയുമ്പോൾ ഞാൻ അനന്തനായിത്തീരുന്നു. ഞാനതിൽ ഓരോന്നിലും ഇരിക്കുമ്പോഴാണ് പരിമിതനാകുന്നത്. എന്നിൽ അവയിരിക്കുകയും ഞാൻ അവയിലിരിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഞാൻ അപരിമിതനായിത്തീരുന്നത്. ഒരു വസ്തുവിൽ പരിമിതനാകുമ്പോൾ മാത്രമേ ദുഃഖമുള്ളൂ. അപരിമിതനാകുമ്പോൾ ദുഃഖമില്ല. എപ്പോഴാണ് പരിമിതനാകുന്നത്? സംഘമുണ്ടാകുമ്പോൾ. അങ്ങ് ആദ്യത്തെ ഉപായം പഠിപ്പിച്ചത് അസംഗമാണ്. അസംഗം എന്താണ്? ഒരു വസ്തു കണ്ടിട്ട് അത് വേണ്ട എന്ന് വെക്കുന്നത് അസംഗമാണ് എന്നാണ് നാം കരുതിയിരിക്കുന്നത്. ശരിയല്ല. വേണ്ട എന്ന് വെക്കുമ്പോൾ ആ വസ്തു നിങ്ങളെ അതിനുള്ളിൽ പരിമിതപ്പെടുത്തും. വേണമെന്ന് വെക്കുമ്പോൾ പരിമിതപ്പെടുത്തും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ സാമ്രാജ്യം വലത്തുകാല് വെച്ചും കയറാൻ പറ്റൂല, ഇടത്തുകാല് വെച്ചും കയറാൻ പറ്റില്ല. വേണ്ടാന്ന് വെച്ചിട്ടുള്ളതൊക്കെ നോക്കിക്കോളൂ. അവയിൽ സൂക്ഷ്മ ശരീരവും മനസ്സും അതിപ്രബലമാണ്. എന്ത് ആര് വേണ്ട എന്ന് വെച്ച് തീരുമാനമെടുത്തിട്ടുണ്ടോ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല. സൂക്ഷ്മ ശരീരമാണ് അതിനകത്ത് കഴിയുന്നത്. സ്ഥൂല ശരീരമാണ് വീഴുന്നതെങ്കിൽ സാരമില്ല. സൂക്ഷ്മ ശരീരമാണ് വീഴുന്നതെങ്കിൽ ദുഃഖം വളരെ നീളമുള്ളതാണ്. സ്ഥൂലവും സൂക്ഷ്മവും തമ്മിലുള്ള അന്തരം അതാണ്. സൃഷ്ടികാണ്ഡത്തിൽ നിരന്തരമായി സൃഷ്ടിക്കുന്ന ഒരുവനാണ് മനോമയൻ.
മനോമയൻ നിരന്തരമായി സൃഷ്ടിക്കൊണ്ട് വേണ്ട എന്ന് വെക്കുന്നത് ചുറ്റുപാടുകളുടെ പഠനം നടത്തി വേണം എന്ന് വെക്കാൻ സമയമായിട്ടില്ല എന്നോ ഇപ്പോൾ വേണ്ട എന്ന് വെച്ചാൽ അതിലും വലിയ സംഘം ലഭിക്കുമെന്നോ വേണ്ട എന്ന് വെക്കുന്നത് കൊണ്ട് മാത്രമാണ് നിലനിൽക്കാൻ പറ്റുന്നതെന്നോ ബുദ്ധി കണ്ടെത്തുമ്പോൾ മാത്രമാണ് ഏത് ബുദ്ധിമാനും വേണ്ട എന്ന് വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന ശബ്ദത്തിനർത്ഥം വേണമെന്നു തന്നെയാണ്. ലോകത്തെന്തെങ്കിലും ഞാനോ നിങ്ങളോ വേണ്ട എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ പ്രസ്പഷ്ടമായ അതിൻ്റെ അർത്ഥം എനിക്കത് വേണം, ഇപ്പോഴല്ല, ഇങ്ങനെയല്ല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. മനസ്സിലാകുമോ എന്നെനിക്കറിയില്ല, യോജിക്കുമോ നിങ്ങളെന്ന് എനിക്കറിയില്ല. ഒരുപാട് കാര്യങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ളവരാണ് ലോകർ. ഇന്ന് വരെ നിങ്ങൾ വേണ്ടാന്ന് വെച്ചത് മുഴുവൻ മുമ്പിൽ കൊണ്ടുവന്ന് നോക്കുക. അവയൊക്കെ വേണമെന്നാണ് നിങ്ങൾ വെച്ചത്. അതിലൊരു കാര്യം പോലും ആത്യന്തികമായി വേണ്ട എന്ന് വച്ചിട്ടില്ല. വേണ്ട എന്ന് വെക്കുമ്പോൾ ഒന്ന് നിർബന്ധിച്ചു നോക്കൂ, ശാന്തി കാണില്ല, കോപതാപാദികൾ കാണുകയും ചെയ്യും. ആരോടും, എന്നോടും നിങ്ങളോടും വേണ്ട എന്ന് തീരുമാനമെടുക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഒന്ന് നിർബന്ധിച്ച് നോക്കിയാൽ മതി. എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ആയിരിക്കുമോ? അങ്ങനെ ആയിരിക്കുമോ? അല്ല, അങ്ങനെ തന്നെയാണോ? ആ സമയത്ത് പതുക്കെ ഒന്ന് വിളിച്ചു മാറ്റിട്ട് എന്തിനാ ചൂടാകുന്നത്? വേണ്ട എന്നുള്ളതൊരു ത്യാഗമല്ലേ, രസമല്ലേ, ആനന്ദമല്ലേ? ആനന്ദമായ ഈ ത്യാഗം എന്തിനാണ് കോപം ഉണ്ടാക്കുന്നതെന്ന് മെല്ലെ ഒന്ന് ചോദിച്ച്, എന്നിട്ട് മുഖത്തേക്കൊന്ന് നോക്കി. ഇതുവരെ ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളോടൊന്ന് ചോദിച്ച് നിങ്ങളുടെ മുഖത്തേക്ക് നിങ്ങളൊന്ന് ഭാവനയിൽ നോക്കിക്കേ. നിങ്ങൾ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു നിങ്ങളെ നിങ്ങൾക്ക് നേരിട്ട് കാണാം. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? എങ്കിൽ തുടരാം. സൂക്ഷ്മ ശരീരത്തിൽ അതിയായ താല്പര്യമാണ്. ഇപ്പോൾ ചിലർ പിണങ്ങുന്നത് കൊണ്ടോ, ഇപ്പോൾ ചില കാര്യങ്ങൾ നഷ്ടമാകുന്നത് കൊണ്ടോ, ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പോലെ അത് കയ്യിൽ കിട്ടുകയില്ല എന്നുള്ളത് കൊണ്ടോ മാത്രമാണ് ലോകത്തേതു മനുഷ്യനും ഏതും വേണ്ടാന്ന് വയ്ക്കുന്നത്. ആയിരം കരാറുകളും 1000 തീരുമാനങ്ങളും വേണ്ടാന്ന് വെക്കുന്നതിന് കാരണമായി സജീവമായുണ്ട്. വേണമെന്ന് വെക്കുമ്പോൾ അത്രയും ഉടമ്പടികളില്ല. മനസ്സിലായില്ല? ലോകത്തെവിടെയും എന്നും എത്ര വലിയ മഹാന്മാരിലും സത്യം അതാണ്.
ചിന്തിച്ചു നോക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ ആദ്യമായി ചിന്തിക്കുകയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഒരു വല്ലാത്ത നേരത്തെ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കായിരുന്നു. ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് പഠിച്ചിട്ട് കാര്യമുള്ളൂ. ഇത്രയും എളുപ്പത്തിലാണ് ചിലപ്പോൾ വേണ്ടെന്ന് പറയുന്നത്. ആഗ്രഹമില്ലാത്ത ഒന്ന് വേണ്ട എന്ന് വെക്കേണ്ടതില്ല. രണ്ടാം ഭാഗം, ആഗ്രഹമില്ലാത്ത ഒന്ന് വേണമെന്നും വെക്കേണ്ടതില്ല. മനസ്സിലായില്ല? ഇതാണ് സ്വച്ഛന്തത. അതിൽ ഞാൻ ഇല്ല, അത് എന്നിലുണ്ട്, അത് പ്രവർത്തിച്ചു കൊള്ളട്ടെ. എന്റെ ബോധത്തിന് സാർവഭൗമത്വമുള്ളതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ളത് സകലതും എന്റെ ബോധത്തിലുണ്ട്. ആവശ്യം എപ്പോഴും അത് സാധൂകരിക്കും. ആഗ്രഹം ഒരിക്കലും സാധൂകരിക്കുന്നുമില്ല. ജീവിതത്തിൽ നിങ്ങളെ ഭരിക്കുന്നത് ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ എന്നാണ് നോക്കേണ്ടത്. ആവശ്യങ്ങളൊന്നും ഈ ശാസ്ത്രം നിരാകരിക്കുന്നില്ല. ഒരു തെറ്റിദ്ധാരണയുള്ളത് അതാണ്. അതുവച്ചാണ് ഇതിനെതിരെയുള്ള ആരോപണങ്ങൾ. ആവശ്യങ്ങൾ ഒന്നിനെപ്പോലും ശാസ്ത്രം നിരാകരിക്കുന്നില്ല. നിങ്ങളിത് കേൾക്കുമ്പോൾ വേണ്ട എന്ന് വയ്ക്കുന്ന നിങ്ങൾ ആവശ്യങ്ങളെ നിരാകരിച്ചാണ് ജീവിതരേഖ കാണിച്ച് ഇതിനെതിരായി തീരുന്നത്. ഒരാവശ്യത്തെയും ഈ ശാസ്ത്രം നിരാകരിക്കുന്നില്ല. ഒരാഗ്രഹത്തെയും സാധൂകരിക്കുന്നുമില്ല. ആവശ്യങ്ങളെ നിരാകരിച്ചാലും ആഗ്രഹങ്ങളെ സാധൂകരിക്കുന്നതാണ് വേണമെന്നും വേണ്ട എന്നുമുള്ള തീരുമാനം. അടിസ്ഥാനപരമായി ശ്രദ്ധിച്ചു നോക്കണം. അടിസ്ഥാനപരമായി ആവശ്യങ്ങളെ നിരാകരിച്ചാൽ പോലും ആഗ്രഹങ്ങളെ സാധൂകരിക്കുക എന്നുള്ളതാണ് വേണമെന്ന തീരുമാനവും വേണ്ട എന്ന തീരുമാനവും ചെയ്യുന്നത്. അത് അപകടകരവുമാണ്. ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. ആവശ്യങ്ങൾ അതിൻ്റെ രംഗവേദിയിൽ ഒരിടത്തും നിർബന്ധമില്ല. ആവശ്യങ്ങളൊന്നും അതിരുകൾ ഉണ്ടാക്കുന്നില്ല. ആഗ്രഹങ്ങൾ അതിരുകൾ നിശ്ചയിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? നിങ്ങളുടെ വീടിൻ്റെ അതിർത്തി, നിങ്ങളുടെ നാടിൻ്റെ അതിർത്തി, ഇവയൊക്കെ ആഗ്രഹങ്ങളെയാണ് സാധൂകരിക്കുന്നത്, ആവശ്യങ്ങളെയല്ല.
ആഗ്രഹങ്ങളുടെ അതിരുകൾക്കുള്ളിൽ ദ്രവ്യനഷ്ടം, ധനനഷ്ടം, ചാരുവായ ജീവിതത്തിൻ്റെ നഷ്ടം, മര്യാദാമസൃണമായ പ്രവർത്തനങ്ങളുടെ നഷ്ടം, അനവദ്യസുന്ദരമായ പാരസ്പര്യങ്ങളുടെ നഷ്ടം എല്ലാം സംഭവിക്കുന്നുണ്ട്. ആവശ്യങ്ങളൊന്നും സാധൂകരിക്കുന്നുമില്ല. എന്നാലും ഈ സാങ്കല്പികങ്ങളായ അതിരുകളെല്ലാം ആഗ്രഹങ്ങളെ സാധൂകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആവശ്യങ്ങളെ നിരാകരിക്കുമ്പോഴും തകരുമ്പോഴും അത് നിലനിർത്തുവാനാണ് മനുഷ്യൻ ശ്രമിക്കുക.